നമുക്ക് സെൽ സിഗ്നലിംഗ് പഠിക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടെ നിങ്ങൾക്ക് 3 പിക്ചർ കാണാം. ഈ 3 പിക്ചർ നോക്കുമ്പോഴത്തേക്ക് എന്താ മനസ്സിലാവുന്നത്? ഒന്നാമത്തെ പിക്ചറിൽ നോക്കിയേ, ഈ സെല്ലാണ് കേട്ടോ ഇത്. ഈ സെല്ല് തന്നെ എന്തൊക്കെയോ കണ്ടോ, യെല്ലോ മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവർ തന്നെ റിസീവ് ചെയ്യുന്നു. ഇതെന്താണ്? സിഗ്നൽസ് ആണ് കേട്ടോ. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? സിഗ്നൽ മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സൊക്കെ ഉള്ളതും ആരുടെയിൽ തന്നെയാണ്? ഈ സെൽസിൻ്റെയിൽ തന്നെയാണ്. അപ്പോൾ ഈ തരം സെൽസിന് നമ്മൾ എന്താ പറയുന്നത്? ഓട്ടോക്രൈൻ സിഗ്നലിംഗ്. ഓക്കെ, തന്നെത്താനെ. ഇനി അടുത്ത ആളുകൾ നെയ്ബേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ അല്ലേ? അവർ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പക്ഷേ റിസീവ് ചെയ്യുന്നത് ആരാണ്? അടുത്തുള്ള ആൾക്കാർ അല്ലേ? അവരുടെ നെയ്ബേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള സിഗ്നലിങ്ങിനെ നമുക്ക് എന്ത് പറയാം? പാരാക്രൈൻ സിഗ്നൽ. ഇനി അടുത്തൊരു ടൈപ്പ് എവിടെയോ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ എങ്ങനെയാണ് നമ്മുടെ സർക്കുലേഷനിൽ കൂടെയൊക്കെ വന്ന് വേറെ എവിടെയോ ഉള്ള സെൽസിനാണ് ആ സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ അവരെന്താ നമുക്ക് പറയുന്നത്? എൻഡോക്രൈൻ സിഗ്നലിംഗ്. ഓക്കെ, നമ്മുടെ ഹോർമോൺസൊക്കെ. ഓക്കെ, എൻഡോക്രൈൻ സിഗ്നലിംഗ്. ഇതാണ് നമ്മുടെ സിഗ്നലിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി നമുക്ക് കുറച്ചധികം ടൈപ്സ് ഉണ്ട്, അത് നോക്കാം. കണ്ടോ, ഇവിടെ പിക്ചർ കണ്ടോ? ഇഷ്ടംപോലെ ടൈപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ആളാണ് ഗേറ്റഡ് അയൺ ചാനൽ. ഏതാണ്? ഗേറ്റഡ് അയൺ ചാനൽ. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ ഒരു സിഗ്നൽ മോളിക്യൂൾസ് വരികയാണ്. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചേക്കുന്നത് എന്താണ്? ഒരു റിസപ്റ്ററാണ്. ഓക്കെ, റിസപ്റ്റർ മോളിക്യൂൾസ്. അപ്പോൾ സിഗ്നൽസ് വന്ന് റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ചെയ്തു. ഓക്കെ, അതായത് ഒരു ഗേറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു, അടയ്ക്കുന്നു അല്ലേ? ആരെങ്കിലും വരുമ്പോഴത്തേക്കുമാണ് അത് ഓപ്പൺ ആവുന്നത്. ഇവിടെ കറക്റ്റായിട്ടുള്ള സിഗ്നൽ മോളിക്യൂൾസ് വരുവാണെങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ആവുകയുള്ളൂ. ഓക്കെ, അതാണ് ഗേറ്റഡ് അയൺ ചാനൽ. ഇനി റിസപ്റ്റർ എൻസൈംസ്. രണ്ടാമത്തെ തരമാണ് റിസപ്റ്റർ എൻസൈം. ഓക്കെ, റിസപ്റ്റർ എൻസൈം. അപ്പോൾ ഇവിടെ സിഗ്നൽ മോളിക്യൂൾ, ഈ എസ് എന്ന് കാണിച്ചേക്കുന്നത് എന്താണ്? സിഗ്നൽ മോളിക്യൂൾസ് ആണ് കേട്ടോ. ഈ സിഗ്നൽ മോളിക്യൂൾസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കണ്ടോ ഇതിൻ്റെ ആക്ടിവിറ്റി വരുന്നു. ഇൻട്രാ സെല്ലുലാർ കമ്പോണൻറ്റിൻ്റെ ആക്ടിവിറ്റി എന്താ? അത് ആക്റ്റീവ് ആകുന്നു. മനസ്സിലായോ? അതിൻ്റെ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഡൊമൈൻ ഉണ്ട്, ഒരു ഇൻട്രാ സെല്ലുലാർ ഡൊമൈൻ ഉണ്ട്. അപ്പോൾ ആദ്യം സിഗ്നൽ വരുന്നു, സിഗ്നൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എന്താണ്? ഇൻട്രാ സെല്ലുലാർ ഡൊമൈൻ ആക്റ്റീവ് ആകുന്നു. അതാണ് റിസപ്റ്റർ എൻസൈം. എക്സാമ്പിൾ നമ്മുടെ ഇൻസുലിനൊക്കെ. ഓക്കെ, ഇനി തേർഡ് വണ്ണാണ് സെർപ്പൻറ്റൈൻ റിസപ്റ്റർ. അതായത് ഇവർക്കൊരു ഇങ്ങനെ പാമ്പ് പോലെ അല്ലേ, സെർപ്പൻറ്റൈൻ 7 ഇതുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് സെർപ്പൻറ്റൈൻ റിസപ്റ്റർ. ഇവരെവിടെയാണ്? നമ്മുടെ മെംബ്രെയിനിലൊക്കെ, മെംബ്രെയിൻ പ്രോട്ടീൻസാണ് ഇവർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിഗ്നൽ വന്നു, ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് നമുക്ക് പറയാം, കണ്ടോ ഇവിടെ എൻസൈമൊക്കെ ആക്റ്റീവ് ചെയ്ത് ഇവിടെ കുറച്ച് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അവരാണ് കുറേ ആക്ടിവേഷനൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? സെർപ്പൻറ്റൈൻ റിസപ്റ്റർ. അപ്പോൾ നമുക്ക് പറയാം ഇവർ ഇൻട്രാ സെല്ലുലാർ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് റിസപ്റ്റർ വിത്ത് നോ ഇൻട്രിൻസിക് എൻസൈം ആക്ടിവിറ്റി. ഓക്കെ, അതായത് ഇവിടെ ഒരു സിഗ്നൽ വന്നു, ബൈൻഡ് ചെയ്തു. ഈ പിക്ചറാണ് കേട്ടോ. സിഗ്നൽ വന്ന് ബൈൻഡ് ചെയ്തു, അത് കഴിഞ്ഞ ശേഷം എന്താണ്? പിന്നെ ഒരു സീരീസ് ഓഫ് എൻസൈംസ്. ഓക്കെ, ഒരാൾ അടുത്ത ആളെ അങ്ങനെ പോകുന്നു. ഓക്കെ, എന്നിട്ട് അവർ പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് എന്ത് പറയുന്നത്? റിസപ്റ്റർ വിത്ത് നോ ഇൻട്രിൻസിക് എൻസൈം ആക്ടിവിറ്റി. അവർക്ക് കുറേ ഒരു കാസ്കേഡാണ്, കൈനേസ് കാസ്കേഡ് പരമ്പര തന്നെയാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ നമ്മുടെ ജാക്ക് സ്റ്റാറ്റ് പാത്വേ ഒക്കെ. പിന്നെ അടുത്തത് സ്റ്റീറോയിഡ് റിസപ്റ്റർ ഉണ്ട്. സ്റ്റീറോയിഡ് റിസപ്റ്റർ അവർ ന്യൂക്ലിയസിലേക്കാണ് അവർ പോകുന്നത്, സിഗ്നൽ മോളിക്യൂൾസ്. എന്നിട്ട് എന്താണ്? അവിടെ പ്രോട്ടീൻ അല്ലേ, പർട്ടിക്കുലർ പ്രോട്ടീൻ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് സ്റ്റീറോയിഡ് റിസപ്റ്റർ. അടുത്ത ഒരു തരം ആളാണ് അഡ്ഹേഷൻ റിസപ്റ്റേഴ്സ്. ഇതാണ് ബേസിക് ടൈപ്പായിട്ടുള്ള
റിസപ്റ്റേഴ്സ്. ഇനി നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയൊരു സബ്ജക്റ്റാണ് സെൽ സിഗ്നൽ. നമുക്ക് അടുത്തത് ഗേറ്റഡ് അയൺ ചാനൽ പഠിക്കാം. ഗേറ്റഡ് അയൺ ചാനൽ തന്നെ 2 രീതിയിലുണ്ട്. വോൾട്ടേജ് ഗേറ്റഡും ഉണ്ട്, ലിഗാൻഡ് ഗേറ്റഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ട്രാൻസ്മെംബ്രെയിൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ പഠിക്കാം. ഓക്കെ, ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പഠിക്കാം. എന്താണ് ട്രാൻസ്മെംബ്രെയിൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ? ഇവിടെ നിങ്ങൾക്ക് കാണാം സോഡിയം പൊട്ടാസ്യം ATPase ഉണ്ട്. ഈ കാണിച്ചേക്കുന്നത് നമ്മുടെ സോഡിയം പൊട്ടാസ്യം ATPase ആണ്. ഓക്കെ, വേറെ കളർ എടുക്കാം നമുക്ക്. എല്ലാം യെല്ലോ ആണ് അല്ലേ, നമുക്കിവിടെ ഗ്രീൻ കളർ എടുക്കാം. ഈ കാണിച്ചേക്കുന്ന എന്താണ് നമ്മുടെ സോഡിയം പൊട്ടാസ്യം ATPase ആണ്. ഓക്കെ, ഇവർ പമ്പിങ് സിസ്റ്റമാണ്. ഇവരെന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇവർ എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർക്ക് എനർജി ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ എനർജി മോളിക്യൂൾ? ATP ഈസ് കൺവേർട്ടഡ് ഇൻ ടു ADP ആൻഡ് ഫോസ്ഫേറ്റ് അല്ലേ. അപ്പോൾ അതെന്തായി? അപ്പോൾ അവർക്ക് എനർജി കിട്ടുന്നു. ആ എനർജി യൂസ് ചെയ്താണ് ഇവർ പമ്പിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്താണ് 3 സോഡിയം മോളിക്യൂളിനെ പുറത്ത് കളയുന്നു. കണ്ടോ, 3 സോഡിയം മോളിക്യൂൾസിനെ പുറത്ത് കളയുന്നു. അതേസമയം തന്നെ 2 പൊട്ടാസ്യത്തിനെ അകത്ത് കയറ്റുന്നു. അപ്പോൾ നെറ്റ് എഫക്റ്റ് എത്രയായിരിക്കും? 3 - 1 എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പോസിറ്റീവ് ചാർജ് പോകുന്നു. മനസ്സിലായോ? അതായത് പമ്പിങ് എങ്ങനെയാണ്? 3 സോഡിയത്തിനെ പുറത്തോട്ട് കളയുന്നു, 2 പൊട്ടാസ്യത്തിനെ അകത്തെടുക്കുന്നു അല്ലേ. അപ്പോൾ 3 - 2 എന്ന് പറയുമ്പോഴത്തേക്കും 1 ആയി. ആരാ പോയത്? ഒരു പോസിറ്റീവ് ചാർജ് പോയി. പോസിറ്റീവ് ചാർജ് പോകുമ്പോൾ എന്താവും? അകത്ത് നെഗറ്റീവ് ചാർജ് വരും. മനസ്സിലായല്ലോ? അപ്പോൾ 3 സോഡിയം ഔട്ട്. ഓക്കെ, 2 പൊട്ടാസ്യം ഇൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 1 പോസിറ്റീവ് ചാർജ് ഔട്ട് അല്ലേ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. 1 പോസിറ്റീവ് ചാർജ് ഔട്ട്, നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാം. നമ്മളിനി പഠിക്കാൻ പോകുന്നതിൽ കുറച്ച് ടേംസ് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ് ഈ പോളറൈസ്ഡ് എന്ന് പറയുന്നത്? പോളറൈസ്ഡ്. ഓക്കെ, പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ ഈ പിക്ചറിൽ കാണിച്ചേക്കുന്ന കൂട്ട് തന്നെ എന്താണ്? പോസിറ്റീവ് ചാർജ് ഔട്ട്സൈഡ്, നെഗറ്റീവ് ചാർജ് ഇൻസൈഡ് അല്ലേ. പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇൻസൈഡ്. ഓക്കെ, മെംബ്രെയിൻ പൊട്ടൻഷ്യൽ നെഗറ്റീവാണ്. ഓക്കെ, പോളറൈസ്ഡ്, നെഗറ്റീവ് ഇൻസൈഡ്. അകത്ത് നിങ്ങൾക്ക് കാണാമല്ലോ, നെഗറ്റീവ് ഇൻസൈഡ്. ഓക്കെ, അടുത്തത് ഹൈപ്പർ പോളറൈസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഇത് നന്നായിട്ട് പഠിച്ചോളണം. നമ്മൾ എല്ലായിടത്തും ഇത് പഠിക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ എവിടെയൊക്കെ നമ്മൾ പഠിക്കുന്നു അവിടെയൊക്കെ ഈ പോളറൈസേഷൻ, ഹൈപ്പർ പോളറൈസേഷൻ, ഡീപോളറൈസേഷൻ, റീപോളറൈസേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് വരും. പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ മറക്കാനുള്ള സാധ്യതയുണ്ട്. പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ്. പോളറൈസ്ഡ് നെഗറ്റീവ്. അത് കഴിഞ്ഞ ശേഷം ഹൈപ്പർ പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മോർ നെഗറ്റീവ്. ഓക്കെ, ഇനി ഡീപോളറൈസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഡീപോളറൈസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവ് ചാർജ് അകത്ത് വന്നു. അപ്പോൾ എന്താണ്? പോസിറ്റീവ്. ഓക്കെ, ഇതെല്ലാം ഇൻസൈഡിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. ഇൻസൈഡ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോളറൈസ്ഡ്, ഇൻസൈഡ് മോർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ പോളറൈസ്ഡ്. ഇനി ഡീപോളറൈസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഇൻസൈഡ്. ഇനി അടുത്ത ഒരു ടേം എന്താണ്? റീപോളറൈസ്ഡ്. അതായത് ചേഞ്ച് ഇൻ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. നമുക്ക് പറയാം പോസിറ്റീവിൽ നിന്ന് അവർ പിന്നീട് നെഗറ്റീവിലേക്ക് മാറുന്നു. ചേഞ്ച് ഇൻ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. എന്താണ്? റീപോളറൈസ്ഡ്, പോളറൈസ്ഡ്. അത് ഓർത്താൽ മതി. അപ്പോൾ
പോളറൈസ്ഡ് നെഗറ്റീവ്, മറക്കില്ലല്ലോ. ഹൈപ്പർ പോളറൈസ്ഡ് മോർ നെഗറ്റീവ്, ഡീപോളറൈസ്ഡ് പോസിറ്റീവ് ഇൻസൈഡ്. ഇനി റീപോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡീപോളറൈസ്ഡ് ആയല്ലോ, പോസിറ്റീവായി, അത് കഴിഞ്ഞ ശേഷം അവർ നെഗറ്റീവിലേക്ക് പോകുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ മെംബ്രെയിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ അവരെ എന്ത് പറയും? റീപോളറൈസ്ഡ്. ഇത്രയും പഠിച്ചല്ലോ, ഇനി നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ട്രാൻസ്മെംബ്രെയിൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യലിൽ അല്ലേ, നമ്മളിവിടെ എന്തൊക്കെയാണ് കണ്ടത്? സോഡിയം, പൊട്ടാസ്യം, ATPase പഠിച്ചു അല്ലേ. അവരെന്താണ് എനർജി യൂസ് ചെയ്തിട്ടാണ് അല്ലേ, അവർക്ക് എനർജി വേണം സോഡിയത്തിനെ പമ്പ് ഔട്ട് ചെയ്യാനും പൊട്ടാസ്യത്തിനെ എടുക്കാനും. ഇനി ഇവിടെ ഈ താഴെ കുറച്ച് ആൾക്കാരെ കാണാലോ നിങ്ങൾക്ക്. ഇവരെന്താണ്, ഇവർക്ക് എന്താ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അനുസരിച്ച് ഇവർ പുറത്തും പോവുകയാണ്. കണ്ടോ കണ്ടോ, സോഡിയം അകത്തോട്ട് കയറുന്നു, കാൽസ്യം അകത്തോട്ട് കയറുന്നു, ഓക്കെ, പൊട്ടാസ്യം പോകുന്നു. ഓക്കെ, അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ഇവർ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയാം. എങ്ങനെ? അത് സൂക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. പോസിറ്റീവ് ചാർജിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്? നമ്മുടെ സോഡിയം ഹൈ ആണ്, ഹൈയിൽ നിന്ന് അവർ ലോയിട്ട് പോകുന്നു. കാൽസ്യം ഹൈ ആണ്, ഓക്കെ, ലോയിലേക്ക് അവർ പോകുന്നു. പൊട്ടാസ്യം അകത്ത് ഹൈ ആകുമ്പോഴത്തേക്കും അവർ പുറത്തോട്ട് പോകുന്നു. ഇനി ഇവിടെ ഈ ക്ലോറൈഡ് തന്നെ കണ്ടോ, ഈ ക്ലോറൈഡ് ലോയിൽ നിന്ന് ഹൈയിട്ടാണ് പോകുന്നത്. ഓക്കെ, ക്ലോറൈഡ്. കാരണം എന്താ? അവർ അകത്ത് ലോ എന്ന് പറയുന്നത് ലെസ് നെഗറ്റീവ്, കുറച്ച് നെഗറ്റീവാണ്. അവർ അതിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? കൂടിയ നെഗറ്റീവിലേക്ക്. അതായത് ഒരു നമുക്ക് എന്ത് പറയാം, പോസിറ്റീവ് ഏരിയയിൽ നിന്ന് നെഗറ്റീവ് ഏരിയയിലേക്ക് പോകുന്നു. ഇതുപോലെ അതായത് ലെസ് നെഗറ്റീവായിട്ടുള്ള ഏരിയയിൽ നിന്ന് മോർ നെഗറ്റീവായിട്ടുള്ള ഏരിയയിലേക്ക് പോകുന്നു. അതിൻ്റെ അർത്ഥം മോർ പോസിറ്റീവായിട്ടുള്ള ഏരിയയിൽ നിന്ന് ലെസ് പോസിറ്റീവായിട്ടുള്ള ഏരിയ. ഓക്കെ, അതൊന്ന് എഴുതി വെച്ച് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ എന്താണ്, നമ്മുടെ ക്ലോറൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ് കേട്ടോ, അത് മാത്രം ഓർത്താൽ മതി. ഇനി നമുക്ക് ഗേറ്റഡ് അയൺ ചാനൽ പഠിക്കാം. ഗേറ്റഡ് അയൺ ചാനൽ, അതിൽ തന്നെ രണ്ട് രീതിയിലുള്ള ആൾക്കാർ പറഞ്ഞു അല്ലേ. നമ്മളെന്താ പറഞ്ഞത്? ലിഗാൻഡ് അല്ലെങ്കിൽ ലൈഗാൻഡ്. ലൈഗാൻഡ് ഉണ്ട്, പിന്നെ വോൾട്ടേജ് ഗേറ്റഡ് ഉണ്ട് കേട്ടോ. ലൈഗാൻഡ്, ഗേറ്റഡ്, വോൾട്ടേജ് ഗേറ്റഡ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് എന്താണ്? ലൈഗാൻഡ് ഗേറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, ലൈഗാൻഡ് ഗേറ്റഡ് പിക്ചറാണ് നമ്മൾ ഈ കാണിച്ചേക്കുന്നത്. എക്സാമ്പിൾ നമുക്കിവിടെ ഒന്നുകൂടെ എഴുതാം. ലൈഗാൻഡ് ഗേറ്റഡ്, അതാണ് ഈ കാണിച്ചേക്കുന്നത്. എന്തിൻ്റെ എക്സാമ്പിളാണ്? നിക്കോട്ടിനിക് അസറ്റൈൽ കോളൈൻ റിസപ്റ്റർ. ഓക്കെ, എന്താണ് ഈ പിക്ചർ കാണിച്ചേക്കുന്നത്? നിക്കോട്ടിനിക് അസറ്റൈൽ കോളൈൻ റിസപ്റ്റർ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പിക്ചർ ഇവിടെ കാണാലോ, ഒരു റിസപ്റ്ററാണ് കാണിച്ചേക്കുന്നത്. അതിലൊരു അസറ്റൈൽ കോളൈൻ ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അസറ്റൈൽ കോളൈൻ അല്ലേ, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ബൈൻഡ് ചെയ്യാനുള്ള ഒരു സൈറ്റ് ഉണ്ട്. കണ്ടോ? ഇത് നമ്മുടെ മെംബ്രെയിനാണ് ഈ കാണിച്ചേക്കുന്നത്. ലിപ്പിഡ് ബൈലെയർ, ഇത് ഇൻസൈഡ്, ഇത് ഔട്ട്സൈഡ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ റിസപ്റ്റർ ഉള്ളത് അല്ലേ, നമ്മുടെ നിക്കോട്ടിനിക് അസറ്റൈൽ കോളൈൻ ബൈൻഡിങ് റിസപ്റ്റർ. അപ്പോൾ ഇതിന് ബൈൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, ബൈൻഡ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ അസറ്റൈൽ കോളൈൻ ഇതാ വരുന്നു, കണ്ടോ, ബൈൻഡ് ചെയ്തു. അപ്പോൾ ആദ്യം നോക്ക്, ഇതൊരു ക്ലോസ്ഡ് സ്റ്റേറ്റിലാണ് അല്ലേ, ക്ലോസ് ചെയ്തേക്കുവാണ്. ഇത് ബൈൻഡ് ചെയ്തപ്പോഴത്തേക്കും എന്തായി? ഓപ്പണായി. കണ്ടോ, നമ്മുടെ റിസപ്റ്റർ ഓപ്പണായി. റിസപ്റ്റർ ഓപ്പൺ ആയപ്പോഴത്തേക്ക് ആരൊക്കെ അകത്ത് കയറിയത്? സോഡിയവും കാൽസ്യവും അകത്ത് കയറി. അപ്പോൾ ഏത് ചാർജാണ് അകത്ത് കയറിയത്? പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് അകത്ത് കയറിയപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ പഠിച്ചതെന്ന് ഓർത്തേ. ഹൈപ്പർ പോളറൈസ്ഡ്, പിന്നെ പോളറൈസ്ഡ്, ഡീപോളറൈസ്ഡ്, റീപോളറൈസ്ഡ്. ഏത് ടൈമാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്?
ഡീപോളറൈസ്ഡ്, കാരണം പോസിറ്റീവ് ചാർജ് ഇൻസൈഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റെസ്റ്റിംഗ് സ്റ്റേജ് ആണ് അല്ലേ, അസറ്റൈൽ കോളൈൻ റിസപ്റ്റർ റെസ്റ്റിംഗ് സ്റ്റേജിലാണെന്ന് പറയാം. നമ്മുടെ അസറ്റൈൽ കോളൈൻ വന്നിട്ടില്ല. അത് കഴിഞ്ഞ ശേഷം എന്താണ്, ഗേറ്റ് ഓപ്പൺ. അസറ്റൈൽ കോളൈൻ വന്ന് ബൈൻഡ് ചെയ്തു, ഗേറ്റ് ഓപ്പൺ ആയി. അത് കഴിഞ്ഞ ശേഷം ഇതിങ്ങനെ ബൈൻഡ് ചെയ്തിരിക്കാൻ പാടില്ലല്ലോ, എന്ത്, അസറ്റൈൽ കോളൈൻ. നമുക്കൊരു സ്റ്റിമുലസ് വന്ന് അല്ലേ, നമ്മളതിന് പ്രതികരിച്ചു, പിന്നെ അതെന്താ, അത് കണ്ടിന്യൂഡ് ആയിട്ട് അവിടെ ബൈൻഡ് ചെയ്തിരിക്കാൻ പാടില്ല. അപ്പോഴത്തേക്ക് എന്ത് പറ്റും, ഡീസെൻസിറ്റൈസ്ഡ് അല്ലേ, ഗേറ്റ് ക്ലോസ്ഡ്. അപ്പോൾ ഇവരെ എന്ത് ചെയ്യും, ഇവരെ ക്ലീവ് ചെയ്ത് കളയും നമ്മുടെ അസറ്റൈൽ കോളൈനെ. ആരാണ്, അസറ്റൈൽ കോളൈൻ എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈം വന്നിട്ട് അവരെ ക്ലീവ് ചെയ്ത് ഇല്ലാതാക്കും. നമുക്ക് പറയാം അസറ്റൈൽ കോളൈൻ എസ്റ്ററേസ് വരും. എന്തിനാണ്, അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ. മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ ഗേറ്റഡ് അയൺ ചാനലിലെ ലൈഗാൻ ഗേറ്റഡ് അല്ലെങ്കിൽ ലിഗാൻ ഗേറ്റഡ് ചാനൽ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് വോൾട്ടേജ് ഗേറ്റഡ് പഠിക്കാം. വോൾട്ടേജ് ഗേറ്റഡ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സെൽ സിഗ്നൽ പിക്ചർ കണ്ടോ, നമ്മുടെ ആക്സോൺ ഓഫ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആണ് ഈ കാണിച്ചേക്കുന്നത്. ആക്സോൺ ഓഫ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ഓക്കെ, ഇത് നമ്മുടെ സെൽ ബോഡി ഓഫ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. കണ്ടോ, നമ്മുടെ സെൽ ബോഡി ഓഫ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ആണ് ഈ കാണിച്ചേക്കുന്നത്. ആദ്യം കാണിച്ചേക്കുന്നത് നമ്മുടെ ആക്സോൺ ഓഫ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. അപ്പോൾ ഇതിൽ വോൾട്ടേജ് ഗേറ്റ് നമുക്ക് 3 ടൈപ്സ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, വോൾട്ടേജ് അനുസരിച്ചാണ് ഇവിടെ ഗേറ്റ് തുറക്കുന്നതും അടയ്ക്കുന്നതും. അപ്പോൾ ഒന്നാമത്തെ ആരാണ്, നമ്മുടെ സോഡിയം. ഓക്കെ, രണ്ടാമത്തത് നമ്മുടെ പൊട്ടാസ്യം. മൂന്നാമത്തത് ആരാണ്, നമ്മുടെ കാൽസ്യം. ഇനി മെംബ്രെയിൻ അറ്റ് റെസ്റ്റ് എങ്ങനെയായിരിക്കും ഇവരുടെ ചാർജ് വരുന്നത്. കണ്ടോ, ഇവിടെ മെംബ്രെയിൻ അറ്റ് റെസ്റ്റിൻ്റെയാണ് ഈ കാണിച്ചേക്കുന്നത്. ആദ്യം എന്താണ്, ഇൻസൈഡ് നെഗറ്റീവ്, ഇൻസൈഡ് നെഗറ്റീവ്, ഔട്ട്സൈഡ് പോസിറ്റീവ്. ഓക്കെ, നമ്മൾ ആദ്യം കാണിച്ചില്ലായിരുന്നോ ട്രാൻസ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇൻസൈഡ് നെഗറ്റീവ്, ഔട്ട്സൈഡ് പോസിറ്റീവ്. ഇനി ഇതാ നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ വരികയാണ് അല്ലേ, ഡീപോളറൈസേഷൻ. ഡീപോളറൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവ് ചാർജ് ഇൻസൈഡ്. കണ്ടോ, നമ്മുടെ ഇവിടെ വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് ഓപ്പണായി. കണ്ടോ, നമ്മുടെ സോഡിയം ചാനൽസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അവർ ഓപ്പണായി അകത്ത് കയറി. അതിൻ്റെ അർത്ഥം എന്താണ്, പോസിറ്റീവ് ചാർജ് അകത്ത് കയറി. പോസിറ്റീവ് ചാർജ് ഇൻസൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുന്നത്, ഡീപോളറൈസേഷൻ. ഡീപോളറൈസ്ഡ് അല്ലേ, ഡീപോളറൈസ്ഡ്. മനസ്സിലായോ? ഇനി അത് കഴിഞ്ഞ ശേഷം എന്താ നടക്കുന്നത്, ഇവിടുത്തെ പൊട്ടാസ്യം ചാനൽ, ഇവിടെ നമ്മുടെ നല്ല ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്നത് കണ്ടോ, പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ആയിട്ട് പൊട്ടാസ്യം പുറത്തോട്ട് പോയി. അപ്പോൾ എന്താ, പോസിറ്റീവ് ചാർജ് പുറത്തു പോയി. അതിനെ നമ്മൾ എന്ത് പറയും, റീപോളറൈസേഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, റീപോളറൈസേഷൻ. അപ്പോൾ ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഇൻസൈഡ്, സോഡിയം നമ്മുടെ വോൾട്ടേജ് ഗേറ്റ് ഓപ്പണായി സോഡിയം അകത്ത് കയറി. ഇനി അത് കഴിയുമ്പോഴത്തേക്കും പൊട്ടാസ്യം പുറത്തോട്ട് പോവുക അല്ലേ. അപ്പോഴത്തേക്കും എന്താണ്, പൊട്ടാസ്യം ചാനൽ ഓപ്പണായി പൊട്ടാസ്യം പുറത്തോട്ട് പോയപ്പോഴത്തേക്കും പോസിറ്റീവ് ചാർജ് പോയില്ലേ. അപ്പോൾ എന്തായി, റീപോളറൈസേഷൻ. അതായത് എല്ലാ പോസിറ്റീവിൽ നിന്ന് കുറച്ച് പോസിറ്റീവ് പോവുകയാണ്. അപ്പോൾ എന്താ, റീപോളറൈസേഷൻ നടക്കുന്നു. അപ്പോൾ ഈ ഡീപോളറൈസേഷൻ റീപോളറൈസേഷൻ അതാണ് എന്തായിട്ട് പോകുന്നത്, ഒരു ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, തേർഡ് നടക്കുന്നത് കാൽസ്യം ചാനൽസ് അകത്ത് കയറുന്നുണ്ട്. കണ്ടോ, വോൾട്ടേജ് ഗേറ്റഡ് കാൽസ്യം ചാനൽ ഓപ്പണായിട്ട് കാൽസ്യം അയൺസ് അകത്ത് കയറുന്നു. ഈ കാൽസ്യം അയൺസ് വന്ന് എന്ത് ചെയ്യും, ഇവർ വന്ന് നമ്മുടെ അസറ്റൈൽ കോളൈൻ റിസപ്റ്ററാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ, അസറ്റൈൽ കോളൈൻ റിസപ്റ്റർ. ഈ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി, ഈ അസറ്റൈൽ കോളൈൻ റിസപ്റ്റർ പുറത്തോട്ട് വരണ്ടേ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ വെസിക്കിൾ പൊട്ടണം അല്ലേ. അപ്പോൾ അതായത് കാൽസ്യമാണ് അകത്ത് കയറി ഈ വെസിക്കിളിൽ വന്ന് ബൈൻഡ് ചെയ്ത് അസറ്റൈൽ കോളൈൻ റിലീസ് ചെയ്തു. മനസ്സിലായല്ലോ?
കണ്ടോ, ഇത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. കണ്ടോ, അസറ്റൈൽ കോളൈൻ നല്ല റെഡ് കളറിലെ മോളിക്യൂൾസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അവരിവിടെ റിലീസായി, അസറ്റൈൽ കോളൈൻ റിലീസായി. കണ്ടോ, ഈ അസറ്റൈൽ കോളൈൻ വന്ന് ആരായിട്ട് വന്ന് ബൈൻഡ് ചെയ്തു? നമ്മൾ നേരത്തെ കാണിച്ച അസറ്റൈൽ കോളൈൻ റിസപ്റ്റർ. അതെന്ത് ചാനലായിരുന്നു? ഗേറ്റഡ്. കണ്ടോ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, കുറച്ച് മുമ്പ് പഠിച്ചില്ലേ ഇത്. ഓക്കെ, അതാണ് ഈ കാണിച്ചേക്കുന്നത്. അത് ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്നത്. അതിൽ അസറ്റൈൽ കോളൈൻ വന്ന് ബൈൻഡ് ചെയ്തു. ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ, ഈ ചാനൽ ഓപ്പണായി. ചാനൽ ഓപ്പൺ ആയപ്പോഴത്തേക്ക് ആരൊക്കെ അകത്ത് കയറി? നമ്മുടെ സോഡിയവും കാൽസ്യവും അകത്ത് കയറി. അതിൻ്റെ അർത്ഥം എന്താണ്? മോർ പോസിറ്റീവ് ചാർജ് ഇൻസൈഡ്. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഈ വോൾട്ടേജ് ഗേറ്റഡ് അല്ലേ, ഇവരും അകത്ത് കയറി. മനസ്സിലായോ? അത് കഴിഞ്ഞ ശേഷം പൊട്ടാസ്യം പുറത്ത് പോകുന്നു. ഇതിങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ അടുത്തായിട്ട് പോകുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം നിങ്ങൾക്ക്. നമുക്ക് ആദ്യം തന്നെ പോളറൈസേഷനൊക്കെ അറിയാലോ. ഓക്കെ, വോൾട്ടേജ് ഗേറ്റഡ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇവർക്ക് 3 തരത്തിലുള്ള ചാനൽസാണുള്ളത്: സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം. അപ്പോൾ സോഡിയം ആദ്യം അകത്ത് വരുന്നു അല്ലേ, പോസിറ്റീവ് ചാർജ് ഇൻസൈഡ്. അതിൻ്റെ ഒപ്പം തന്നെ എന്ത് പറ്റുന്നുണ്ട്? പൊട്ടാസ്യം പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജ് പോകുന്നു. അതിൻ്റെ അർത്ഥം റീപോളറൈസേഷൻ സംഭവിക്കണം. ഓക്കെ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ വരുന്നു. അതാണ് റീപോളറൈസേഷൻ. മൊത്തത്തിലല്ല, കുറേശ്ശെ. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ കാൽസ്യം ഓപ്പണായി അല്ലേ, കാൽസ്യം ചാനൽ ഓപ്പണായി, കാൽസ്യം അകത്ത് കയറി നമ്മുടെ അസറ്റൈൽ കോളൈൻ റിസപ്റ്ററിനെ റിലീസാക്കുന്നു. അവരൊരു വെസിക്കിളിൻ്റെ ഉള്ളിൽ ഇരിക്കുക. അവർ റിലീസായിട്ട് നമ്മുടെ നിക്കോട്ടിനിക് അസറ്റൈൽ കോളൈൻ റിസപ്റ്റർ ഉണ്ട് ഇവിടെ. കണ്ടോ, ഈ ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്നു. അതിൽ ചെന്ന് നമ്മുടെ അസറ്റൈൽ കോളൈൻ പോയി ബൈൻഡ് ചെയ്ത് നമ്മുടെ ഗേറ്റഡ് ചാനൽ തുറന്നു. അതിൽ കൂടി സോഡിയവും കാൽസ്യവും അകത്ത് കയറി. പിന്നീട് നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ വോൾട്ടേജ് ഗേറ്റഡ് സോഡിയം ചാനൽസ് ഓപ്പണായി, സോഡിയം അകത്ത് കയറി, പൊട്ടാസ്യം പുറത്തു പോകും. ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഗേറ്റഡ് ചാനലിന് എക്സാമ്പിളായിട്ടുള്ള മെക്കാനിസം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പല രീതിയിലുണ്ട് അല്ലേ. നമ്മളിപ്പോൾ അസറ്റൈൽ കോളൈൻ്റെയാണ് പഠിച്ചത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, വേറെ ആൾക്കാരായിട്ടുള്ള ഇപ്പോൾ ഗ്ലൈസിനൊക്കെ ഉണ്ടല്ലോ. ഗ്ലൈസിനൊക്കെ ആണെങ്കിൽ ക്ലോറൈഡ്. ഓക്കെ, ക്ലോറൈഡ് സ്പെസിഫിക് ചാനലാണ് അവർ തുറക്കുന്നത് കേട്ടോ.